മേ ഗോഡ് ബ്ലസ് യുവിന്റെ മേ ഏത് ഗ്രാമറാ? മേ. സാധാരണ സാധ്യത കൂടുതൽ ആണെങ്കിൽ മേ എന്ന് പറഞ്ഞാൽ ആ സാധ്യത കൂടുതലുള്ള മേ ആണോ മേ ഗോഡ് ബ്ലസ് യുവിന്റെ മേ? അല്ലല്ലോ. അവൻ ചിലപ്പോ വരും കേട്ടോ, ഹി മേ കം. ആ ചിലപ്പോ വരുമെന്നുള്ള ആ സംശയമാണോ ഇവിടെ മേ ഗോഡ് ബ്ലസ് യുവിന്റെ മേ? അല്ലല്ലോ. ഏതാ പിന്നെ? അത് വളരെ ഫോർമൽ ലാംഗ്വേജ് ആണ് കേട്ടോ. രണ്ട് കാര്യം പറയാം. ഒന്ന്, നമ്മൾ ഓഫീസിൽ സാർ ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ മേ ഐ കം ഇൻ എന്ന് പറയും. ആ മേ അനുവാദമാണ്. ആ അനുവാദവും അല്ല ഇവിടുത്തെ മേ ഗോഡ് ബ്ലസ് യു. ഇത് പ്രതീക്ഷയാണ്, ഒരു വിഷാണ് കേട്ടോ. ഇപ്പോൾ വളരെ ഫോർമലി പൊളൈറ്റായിട്ട് നമ്മളൊരാളെ വിഷ് ചെയ്യുന്നതാണ് മേ ഗോഡ് ബ്ലസ് യു. അദ്ദേഹം സമാധാനത്തോടു കൂടി അന്ത്യവിശ്രമം ചെയ്യട്ടെ, മേ ഹി റെസ്റ്റ് ഇൻ പീസ്. അത് ഒരു തമാശയുള്ളൊരു കാര്യമല്ല ഇപ്പോൾ പറഞ്ഞത്, ഫോർമലി പൊളൈറ്റായിട്ട് പറയുന്ന ഒന്നാണ്. നിന്റെ എല്ലാ സ്വപ്നങ്ങളും സഫലമാവട്ടെ, എൻ്റെ വിഷാണത്. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഗ്രാമർ. വെൽക്കം ടു ഷനൈസ് അക്കാഡമി. നിങ്ങൾ ഏത് കോഴ്സിനാണെങ്കിലും ചേർന്നോളൂ, പക്ഷെ ഒരു കാര്യം ഉറപ്പ്, പ്രാക്ടീസ് ചെയ്യാതെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ല. അപ്പോൾ പ്രാക്ടീസ് എങ്ങനെ നിത്യ ജീവിതത്തിലെ സന്ദർഭങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് 175 മുതൽ 500 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിക്കും. യു വെൽക്കം ടു ഷനൈസ് അക്കാഡമി. താങ്ക് യു.